റൂട്ട് കനാൽ ചികിത്സ പലർക്കും വളരെയധികം പേടിയുള്ളൊരു കാര്യമാണ് റൂട്ട് കനാൽ ചികിത്സ. റൂട്ട് കനാൽ ചികിത്സ ചെയ്യാൻ പലർക്കും പേടിയാണ്. ചിലർ ക്യാൻസറാണ്, അതുകൊണ്ട് ഡോക്ടറെ ക്യാൻസർ ആയതുകൊണ്ട് റൂട്ട് കനാൽ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നവരുണ്ട്. ചിലർ പറയും പ്രഗ്നൻ്റ് ആണ്, അതുകൊണ്ട് റൂട്ട് കനാൽ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നവരുണ്ട്. ചിലർ വരും പ്രഷറാണ്, വളരെയധികം ഷുഗറുണ്ട്, ഇങ്ങനെയുള്ളവർക്ക് റൂട്ട് കനാൽ ചെയ്യാൻ പറ്റുമോ. റൂട്ട് കനാൽ ചികിത്സ കൃത്യമായിട്ട് ചെയ്താൽ ഈ പറയുന്ന ഒരു കാര്യങ്ങൾക്കും പ്രശ്നമല്ല. പക്ഷേ ഇപ്പോൾ പ്രഗ്നൻസിയിൽ റൂട്ട് കനാൽ ചെയ്യുമ്പോൾ നമ്മൾ എക്സ്റേ അവോയ്ഡ് ചെയ്യുമ്പോൾ നമുക്ക് ചിലപ്പോൾ അപ്പെക്സ് ലൊക്കേറ്റർ മുതലായ സാധനങ്ങൾ ഉപയോഗിക്കേണ്ടി വരും. അപ്പെക്സ് ലൊക്കേറ്റർ പോലത്തെ സാധനങ്ങൾ ഉപയോഗിച്ച് ഈ പല്ലിൻ്റെ അറ്റം വരെ ഈ നമ്മുടെ റൂട്ട് കനാൽ ഫില്ലിംഗ് എത്തിയോ എന്നറിയാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് അപ്പെക്സ് ലൊക്കേറ്റർ. അപ്പോൾ അപ്പെക്സ് ലൊക്കേറ്ററൊക്കെ ഉപയോഗിച്ച് ചിലപ്പോൾ ചെയ്യേണ്ടി വരും. ഇനി ഈ അപ്പെക്സ് ലൊക്കേറ്റർ ഇപ്പോൾ ഹാർട്ടിൽ നമ്മൾ ഈ പേസ് മേക്കറൊക്കെ വെച്ചവർക്ക് അപ്പെക്സ് ലൊക്കേറ്ററോട്ട് ഉപയോഗിക്കാനും പാടില്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് അപ്പെക്സ് ലൊക്കേറ്റർ ഉപയോഗിക്കുന്നത് എക്സ്റേ ഉപയോഗിക്കുന്നതിന് തടസ്സമില്ല. മൂന്നാമത്തെ കാര്യം, ഇനി BP അല്ലെങ്കിൽ ഷുഗർ ഇങ്ങനെയുള്ളവർക്ക് ഒരു പ്രശ്നമുള്ള കാര്യമല്ല റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ്. പക്ഷേ ഷുഗർ വളരെയധികം കയറിയൊക്കെയാണ്. ഇപ്പോൾ 200, 300 ഒക്കെ ഡബിൾ സെഞ്ചുറി, ട്രിപ്പിൾ സെഞ്ചുറി ഒക്കെ അടിക്കുന്ന ആളുകളുണ്ട്. അങ്ങനെയുള്ളവർക്ക് ആൻറ്റിബയോട്ടിക് കൊടുത്ത് ഈ ഇൻഫെക്ഷൻ ഒന്ന് കുറച്ചതിന് ശേഷം വേണം റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് സിംഗിൾ സിറ്റിംഗ് ആയിട്ട് ചെയ്യാം. ഒറ്റ ദിവസം കൊണ്ട് ചെയ്യുന്ന റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റാണ് ചെയ്യുന്നതെങ്കിൽ അതൊക്കെ ഒന്ന് കുറച്ചതിന് ശേഷം വേണം. അതോടൊപ്പം തന്നെ ഷുഗർ കൺട്രോൾ ചെയ്യാനും ശ്രമിക്കുന്നത്. ഹീലിംഗ് ഫാസ്റ്റ് ആകണം. റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് തീർത്താലും ഹീലിംഗ് ഇച്ചിരി സ്ലോവർ ആയിരിക്കും. അങ്ങനെയുള്ളവർക്ക് അസിസ്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കണം. ചിലപ്പോൾ നമുക്കത് ലേസർ ഡിസ്ഇൻഫെക്ഷൻ ചെയ്യേണ്ടി വരും, അകത്ത് ആൻറ്റിബയോട്ടിക് പാക്കേജസ് കൊടുക്കേണ്ടി വരും. അങ്ങനെയൊക്കെ ചെയ്ത് നമുക്കിതിൻ്റെ ഇൻഫെക്ഷൻ കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പോൾ അവർക്കും റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ അതിന് വേണ്ടി ചെറിയ വേരിയേഷൻസ് ചെയ്യേണ്ടി വരും. ഇനി മറ്റൊരു കൂട്ടരാണ് ക്യാൻസർ ഉള്ളവർക്ക് പലർക്കും പേടിയാണ്. കാരണം അവർക്ക് എക്സ്റേ എടുക്കാവോ, റേഡിയേഷൻ പിന്നെയും വന്നു കഴിഞ്ഞാൽ ക്യാൻസർ തിരിച്ചു വരുമോ എന്നൊക്കെ പേടിയാണ്. പക്ഷേ ഈ റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന ഡെൻ്റൽ എക്സ്റേ വളരെ റേഡിയേഷൻ കുറവുള്ളതാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു ദിവസം വെയിൽ കൊള്ളുന്ന അത്രയും റേഡിയേഷൻ ഉള്ളൂന്നാണ് ഒരു എക്സ്റേ എടുക്കുമ്പോൾ ഉണ്ടാകുന്നത്. അപ്പോൾ അതിൽ കൂടുതലുള്ള റേഡിയേഷൻ അതിനകത്ത് വരുന്നില്ല. അതുകൊണ്ട് തന്നെ റേഡിയേഷൻ കാരണം ക്യാൻസർ വരും എന്നുള്ളൊരു പേടി വേണ്ട. കാരണം ക്യാൻസർ ഉള്ളവർക്ക് അങ്ങനെ ഒരു പേടിയുണ്ട്, അതും മാറിക്കിട്ടും. കാരണം ഞാൻ ക്യാൻസർ രോഗികളായിട്ടുള്ളവരെ ചികിത്സിക്കുന്നവരാണ്. ഇപ്പോൾ വായിക്കകത്തൊക്കെ ക്യാൻസർ വന്ന് പല്ലുകൾ പലതും ഫുള്ളായിട്ട് കേടായിരിക്കുന്നവർക്ക് മൾട്ടിപ്പിൾ റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് ഒരു 10-20 കൊല്ലമായിട്ട് ഞാൻ ചെയ്യുന്ന കാര്യമാണ്. കാരണം വായിക്കകത്ത് ക്യാൻസർ വന്ന് പലരെയും ചികിത്സിച്ചിട്ടുണ്ട്. അപ്പോൾ അവർക്ക് എല്ലാ പല്ലും റൂട്ട് കനാൽ ചെയ്ത് ശരിയാക്കി എടുക്കേണ്ട ആവശ്യം വന്നിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് ഇപ്പോഴും അതിനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടു നടക്കുന്നതുകൊണ്ട് അവരുടെ വായിക്കകത്ത് ഉമിനീരില്ലെങ്കിൽ പോലും പല്ലുകളൊക്കെ മെയിൻറ്റെയിൻഡ് ആയിട്ട് കൊണ്ടു നടക്കുക. അവർക്കൊരു 4 to 6 മന്ത്സിലൊരു ചെക്കപ്പും ക്ലീനിങ്ങും ഒക്കെ ആവശ്യം വേണ്ടി വന്നേക്കാം. പക്ഷേ ഡ്രൈ മൗത്ത് ഉള്ളവർക്ക് റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ്, ക്യാൻസർ വന്നിട്ടുള്ളവർക്ക് റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റിന് ഒരു കോൺട്രാ ഇൻഡിക്കേഷൻ ആയിട്ട് ഒരു കാര്യമില്ല. നിങ്ങളുടെ പല്ലുകൾ വളരെയധികം പിളർന്നു പോയെങ്കിൽ മാത്രമാണ് ശരിക്കും പറഞ്ഞാൽ റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് കൊണ്ട് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുള്ളൂ. അല്ലെങ്കിൽ മിക്കവാറും രോഗാവസ്ഥയിലൊക്കെ നമുക്ക് റൂട്ട് കനാൽ ട്രീറ്റ്മെൻറ്റ് സക്സസ്ഫുള്ളായിട്ട് ചെയ്ത് ശരിയാക്കി എടുക്കാൻ സാധിക്കും. ഞാൻ പല്ല് ഡോക്ടർ ഫോളോ ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.